എറണാകുളം ജില്ലയിൽ ആലുവ ഞാനൊരാഴ്ച മുമ്പ് പോയിരുന്നു. റിസ്വാന എന്ന് പറഞ്ഞ മുസ്ലിം പെൺകുട്ടീനെ കാണാൻ. വയസ്സ് 28 അവള് ഡിവോഴ്സ് ആയതാണ്. അവൾക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. 3 വർഷമായിട്ടോ ഡിവോഴ്സ് ആയിട്ട്. 4 വയസ്സുള്ള ഒരു മോനുണ്ട്. മോൻ LKG പഠിക്കുകയാണ്. അവള് ഒറ്റൊരു കാര്യമാണ് കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഇക്ക എൻ്റെ മോനെ എനിക്ക് പിരിയാൻ പറ്റൂല, എൻ്റെ മോനെയും കൂടെ ഏറ്റെടുക്കുന്ന ഒരാളെയാണ് കേട്ടോ എനിക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞു ഒരിക്കലും മോനെ പിരിയണ്ട, അത്രയും ചെറിയ മോനെ പിരിഞ്ഞാൽ ഓനൊരു ഉമ്മ ഇല്ലാണ്ട് വളരൂലേ, ഉമ്മ ഇല്ലാണ്ട് വളരുക എന്ന് പറഞ്ഞാൽ അത്രയും ഹാർഡാണ്. മോനെയും കൂടെ ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളെയാണ് നമുക്ക് വേണ്ടത്. റിസ്വാന നല്ല സൗന്ദര്യമുള്ള നല്ല മോളാണ്. ഒക്കെ സംസാരിക്കുമ്പോൾ ചെറിയൊരു കൊഞ്ഞപ്പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാകായിയൊന്നും ഇല്ല കേട്ടോ. റിസ്വാന എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. എത്ര വരെയാ പഠിച്ചേ? +2 ഡിപ്ലോമ. കറക്റ്റ് വീട് എവിടെയാ? ആലുവ. എന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ആളെയാണ് എനിക്ക് വേണ്ടത്. നിസ്കാരമൊക്കെ വേണം, അങ്ങനത്തെ ആളെ വേണം. പിന്നെ തൈറോയിഡിന്റെ ഒരു ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. ഓളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമുക്ക് കണ്ടെത്തണം. പാവം മോളാണ്, നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പറയുന്നത്. ഓളെ ഹൈറ്റ് 5'2". ഒരു 36 വയസ്സ് വരെയുള്ള ആലോചനകൾ നമുക്ക് പറ്റും കേട്ടോ. നമുക്ക് പറ്റിയ ജില്ലകൾ എറണാകുളം, തൃശ്ശൂര്, പിന്നെ മലപ്പുറമാണ് കേട്ടോ. വരാൻ പോകുന്ന പാർട്ണർ 36 വയസ്സിന്റെ ഉള്ളിലുള്ള പാർട്ണർക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിലൊക്കെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം കുട്ടിയെ വിട്ട് പിരിയുക എന്നുള്ളതിന്റെ വിഷമോ നല്ലോണം അറിയുന്ന മോളാണ്. അത്ര ഇഷ്ടമാണ് ആ മോനെ. ആ മോനെയും കൂടെ സ്വന്തം ഒരു മോനായിട്ട് തന്നെ ഏറ്റെടുക്കുന്ന ഒരാൾ തന്നെ ആവണം കേട്ടോ വരുന്നത്. അല്ലാണ്ട് പിന്നീട് ആ മോന് വിഷമിക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാവരുത്. അങ്ങനെയുള്ള ഒരാൾ തന്നെ വരട്ടെ അല്ലേ. ഇവര് 2 മക്കളാണ്. ഒരു അനിയനുണ്ട്, അവൻ ഗൾഫിലാണ് കേട്ടോ. ഉപ്പാക്ക് സുഖമില്ല, ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഇപ്പം അനിയൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരു അങ്ങനെ ഫാമിലിയാണ്. അപ്പോൾ പൈസ മോഹിച്ചോ അങ്ങനെ മായിട്ടുള്ളവരൊന്നും വരരുത് കേട്ടോ. പിന്നെ മോളുടെ കൈ വിരലുകൾ ഇങ്ങനെ കുറച്ചൊരു അകന്നിട്ടാണ് എന്ന് വിചാരിച്ച് വിഷയമൊന്നും ഇല്ല. അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാത്തിനും സ്മാർട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതും കൂടെ മൈന്യൂട്ട് കാര്യങ്ങളും പറയണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ജെനുവിനാണ്. വെറുതെ 4 ആൾ കാണാൻ വേണ്ടിയും 4 കമൻറ്റ് വരാൻ വേണ്ടിയും ഒരു കല്യാണ വീഡിയോ പോലും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് നേരിട്ട് അവിടെ പോയി ബോധ്യപ്പെട്ടതോ അല്ലെങ്കിൽ അവർ വിളിച്ച് അത് കൺഫേം ചെയ്തതോ ആയ കാര്യങ്ങളെ നമ്മൾ ഇതിൽ ഇടാറുള്ളൂ. ഇതിൽ കൊടുക്കുന്ന നമ്പറും ഡയറക്റ്റ് അവരുടെ നമ്പറാണ്. പിന്നെ ചില നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഒരു ദിവസം ഒരു 200-300 കോള് വന്നാൽ അവരെന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യവും കൂടെ ഉണ്ട്. അവർക്ക് ഓൾറെഡി കല്യാണം റെഡി ആയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ കോളെടുത്ത് ഭ്രാന്തായിട്ട് ഒരു മണിക്കൂർ ഒന്ന് ഫോൺ അവിടെ വെച്ച സമയത്തായിരിക്കും നിങ്ങൾ വിളിച്ചത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അല്ലാതെ ഫേക്ക് ഉടായിപ്പ് അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ഇതിൽ ചെയ്യലില്ല കേട്ടോ. എന്നാ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളവിടെ പോയി അവർ പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തുക. ബാക്കിയുള്ള കല്യാണം എന്ന് പറയുമ്പോൾ പരസ്പരം അന്വേഷിച്ച് ചെയ്യണം എന്നുള്ളതാണല്ലോ. പക്ഷേ ഈ കേസുകളൊക്കെ ജെനുവിനാണ് എന്നുള്ള ഇതിൽ 1-2 കമൻറ്റ് കണ്ടു, അതുകൊണ്ട് അത് പറഞ്ഞേ.